Welcome back to Infinity Media. Here there is an BS4 vehicle, Tiago PV. Overheating warning is blowing the cluster with the customer complaint. നമ്മൾ എന്താ ചെയ്യാൻ പോയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹീറ്റിംഗ് വാണിംഗ് കത്താനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുക. റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നുണ്ടോ നോക്കുക, കൂളൻ്റ് ഉണ്ടോ എന്ന് നോക്കുക, കൂളൻ്റ് ഹോസ് ലീക്ക് ഉണ്ടോ എന്ന് നോക്കുക, റേഡിയേറ്റർ ഫാനിൽ ഇനി ഫിസിക്കൽ ഡാമേജോ കത്തിയിട്ടോ അല്ലെങ്കിൽ കപ്ലർ ലൂസ് കോണ്ടിട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കാം. നമ്മളിവിടെ നോക്കിയപ്പോൾ കംപ്രസർ പിടിക്കുന്നില്ല, കംപ്രസർ കറങ്ങുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താ റേഡിയേറ്റർ ഫാനും കറങ്ങുന്നില്ല. അപ്പോൾ ആ റേഡിയേറ്റർ ഫാൻ കറങ്ങാത്തതുകൊണ്ടാണ് ഓവർ ഹീറ്റിങ്ങിൻ്റെ വാണിംഗ് നമുക്ക് ക്ലസ്റ്ററിൽ കത്തി കാണുന്നത്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവാൻ കുറച്ച് ഡിലേ ഉണ്ട്, സ്റ്റാർട്ട് ആവത്തില്ല. ഓവർ ഹീറ്റിംഗ് വാണിംഗ് കത്തിക്കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകാനാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ റിലേയും കാര്യങ്ങളും നോക്കുവാണ്. ഓവർ ഹീറ്റിങ്ങിൻ്റെ റേഡിയേറ്റർ ഫാൻ കറങ്ങാത്ത എന്തുകൊണ്ടാണെന്നുള്ള റിലേയും കാര്യങ്ങളും നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു റിലേ ഉണ്ട്, റേഡിയേറ്റർ ഫാൻ്റെ റിലേ ഉണ്ട്. അതിൽ തന്നെ ഫ്യൂസ് വരുന്നുണ്ട്, റേഡിയേറ്റർ ഫാൻ്റെ ഫ്യൂസ് വരുന്നുണ്ട്. ഫ്യൂസ് നോക്കി റിലേ മാറ്റി നോക്കി. നമ്മളിപ്പോൾ റിലേ സ്വാപ്പ് ചെയ്യുകയാണ്, മാറ്റിയിടുക ചെയ്തത് കേട്ടോ. വേറെ ഇഗ്നിഷൻ റിലേ നിന്ന് റേഡിയേറ്റർ ഫ്രണ്ടിലോട്ട് മാറ്റിയിട്ടു. അങ്ങനെയാണെങ്കിൽ ഇഗ്നിഷൻ റേഡിയേറ്റർ ഫ്രണ്ടിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇഗ്നിഷൻ റിലേ മാറ്റിയിട്ടാലും വണ്ടി സ്റ്റാർട്ടാവില്ല. അങ്ങനെ റേഡിയേറ്റർ റിലേ എടുത്ത് ഇഗ്നിഷൻ റിലേ കിടക്കുന്ന സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഇഗ്നിഷൻ ആവില്ലല്ലോ. സോ അത് നമ്മൾ ചെക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എ സി ക്ലച്ച് പിടിക്കുന്നില്ല, കംപ്രസർ പിടിക്കുന്നില്ല. അപ്പോൾ എ സി ക്ലച്ചിന് റിലേ ഉണ്ട്, അപ്പോൾ അതും നമ്മൾ സ്വാപ്പ് ചെയ്ത് നോക്കി. ആ സമയത്ത് നമ്മളെന്താ ആ സമയത്ത് കംപ്രസർ പിടിച്ചത് കണ്ടോ. കംപ്രസർ കറങ്ങുകയും ചെയ്ത് റേഡിയേറ്റർ ഫാൻ കറങ്ങുകയും ചെയ്തു. ചെറിയ സോളിഡ്